രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി. പെൺകുട്ടികളുടെ അമ്മമാരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. മക്കൾ ഹോസ്റ്റലിൽ വല്ലതും നിൽക്കുന്നെങ്കിൽ എന്നും ഡെയിലി വീഡിയോ കോൾ ചെയ്യുക. ഇന്ന ദിവസം വീട്ടിലോട്ട് അമ്മ വരുമെന്ന് പറയുമ്പോൾ 2 ദിവസം മുമ്പ് ചില പിള്ളേരൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം അവരെന്നാണ് വീട്ടിലോട്ട് ഇറങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഡെയിലി അല്ലെങ്കിലും വീക്കിലെങ്കിലും ഹോസ്റ്റലിലെ വാർഡനെ അവരെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് തിരക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. മരുന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുത്തോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇതാണ്. സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും എവിടെയും നമ്മൾ കാണുന്ന ഓരോ വ്യക്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ ഓരോ കുട്ടികളാണെങ്കിൽ പോലും ഇത് അഡിക്റ്റാണ്. പണ്ട് ഈ പറയുന്ന അൻസ് കൂള് അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള പൗഡറും കാര്യങ്ങളൊക്കെ കൂടുതൽ. പിന്നെ ഞാൻ പറയാനറിയാമല്ലോ, ഇതിപ്പോൾ നമ്മുടെ നാട് മൊത്തം ഇങ്ങനെയായി. ഇപ്പം കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആർക്കും എന്താ പറയണ്ടേ, പെറ്റ തള്ളയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ് എനിക്ക് ഡൗട്ട്. പിന്നെ അതുപോലെ തന്നെ കച്ചവടം നടത്തുന്ന ഇതുപോലുള്ള വലിയ കൊമ്പന്മാർ. ഞാനിപ്പോൾ ഇത് പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ 16 വയസ്സുകാരി, അതായത് പെരിന്തൽമണ്ണ മലപ്പുറത്ത് ഒരു 16 വയസ്സുകാരി അമ്മയായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് കോഴിക്കോട് വന്നിട്ട് ബീച്ചിൽ വന്നിരുന്നു. അവസാനം വിശന്ന് വരിഞ്ഞപ്പോഴാണ് ഒരാളോട് അങ്ങോട്ട് ആഹാരത്തിന് പൈസ അങ്ങോട്ട് ചോദിക്കുക അങ്ങോട്ട് ചെയ്ത് ഇപ്പോൾ അവന്മാരെന്ത് കൊടുത്ത് താമസവും സൗകര്യം അതും ഇതുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചു. എന്നിട്ട് 4000 രൂപ കൈ വെച്ച് കൊടുത്തിട്ട് ബീച്ചിൽ അതുപോലെ തന്നെ കൊണ്ടുവിടുകയും ചെയ്തു. പോയപ്പോൾ ആർക്ക് പോയി? 16 വയസ്സുള്ള വീട് പ്രായത്തിൻ്റെ അറിയാമല്ലോ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. വീട് വിട്ട് പോയതിന് ശേഷം ഇപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിപ്പോൾ ആ ഏരിയയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചാൽ, വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ചാൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഓക്കെ, ഞാനിവിടെ പറയാൻ വന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കയിടത്തും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ദൂര സ്ഥലത്തു നിന്നുള്ള പെൺകുട്ടികൾ, എറണാകുളം, ഈ പറയുന്ന ആലുവ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ട്രിവാൻഡ്രം, അറിയാമല്ലോ. ഈ ദൂര സ്ഥലങ്ങളപ്പോൾ വീട്ടുകാർ പറഞ്ഞ് വിടുകയൊക്കെ ചെയ്യും. വിട്ട് കഴിഞ്ഞ് ഇതുപോലുള്ള കുറേ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങൾ ഞാൻ പറയാനറിയാലോ. ചില ഫ്രണ്ട്ഷിപ്പിൽ പെട്ടുപോയി കഴിയുമ്പോൾ അവർ പറയുന്നതാണ് ശരി. ഓക്കെ, ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെണ്ണിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ നാറുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നമ്മളിതൊക്കെ തുറന്നടിച്ച് നിങ്ങളോട് പറയുമ്പോൾ അല്ലെങ്കിൽ മക്കളെ അതങ്ങോട്ട് പോവല്ലേ, പണിയാവും എന്ന് പറയുമ്പോൾ തന്ത വൈബ് പ്രായത്തിന് എന്താ പറയട്ടെ, ഞങ്ങളുടെ ഇഷ്ടമുള്ള ഇത് വിട്, നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ, ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് ഇടപെടുന്നത്? ഇത് പറയുന്നത് 10-22 വയസ്സുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ടോക്സിക് ആണെന്ന് പറയും. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും പറയുന്നില്ല. ഞാൻ അതിലൊരു വീഡിയോ വെച്ചുതരാം, ആ വീഡിയോ കാണാം. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവളെ കൊണ്ടുപോയത് കോഴിക്കോട്ടൊരു ഫ്ളാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. 21-ന് രാത്രി 2 മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് 2 പേർ വന്നു. അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു. പണം വാഗ്ദാനം ചെയ്ത 2 പേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി. പക്ഷേ എന്തിനാണ് നീയൊക്കെ മറച്ചു പോകുന്നത്? നിന്റെയൊക്കെ മോട പ്രായമുള്ളൂ. എനിക്ക് തോന്നുന്നു കൊച്ചുമോട പ്രായം കാണത്തുള്ളൂ. അവിടെ മുന്നിൽ നിനക്കൊക്കെ പാൻ്റ് അഴിക്കാമെങ്കിൽ, നിന്റെയൊക്കെ കിഴമൂത്ത് പാൻ്റ് അഴിക്കാമെങ്കിൽ നീയൊക്കെ എന്തിനാ മീഡിയ പേടിക്കുന്നേ? എന്തിനാണ് മറച്ചു പോകുന്നത്? എന്തിനാ നീയൊക്കെ? അല്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളത്. പെട്ടെന്ന് അയാളോട് പറയുന്നതായിട്ടങ്ങ് തോന്നിപ്പോയി. ഇവനൊക്കെ നാണവും മാനവും ഇല്ലെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ഇന്നലെ കണ്ട ഒരാൾ ചിരിച്ച് കൈ കാണിച്ചു കഴിഞ്ഞാൽ അവനാണ് ശരിയെന്ന് തോന്നും. ഇത്രയും നാൾ വളർത്തി വലുതാക്കി തന്തയും തള്ളയും പറയുന്നത് കേൾക്കാതെ അവൻ്റെ വാക്കിനൊപ്പം പോകുന്നതാണ് ഇപ്പോഴത്തെ കാലം. അല്ല, അങ്ങനാണ്. അവനാണ് ശരി. അതെ, ഈ മിക്ക പിള്ളേരും നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. ബസ്സിൽ വെച്ച് പരിചയപ്പെടും, ട്രെയിനിൽ വെച്ച് പരിചയപ്പെടും, അവിടുന്ന് ഇവിടുന്നൊക്കെ പരിചയപ്പെട്ട് അവസാനം ചെന്നോ പെട്ടുപോയ കുറേ ഇത്. എന്നിട്ടെന്തുവാ, എവിടെയെങ്കിലും ഒരു റൂം എടുക്കുക, കാര്യം സാധിക്കുക, നൈസായിട്ട് ഒഴിവാക്കുക. ഇപ്പം സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പണ്ടൊക്കെ പ്രണയം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. എന്ന് വെച്ചാൽ അതാണ് പ്രണയം. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ കാമം. ഞാൻ അങ്ങനെ പറയൂ. കാര്യം കഴിയാൻ പോവുക, അടുത്ത് തന്നെ പിടിക്കുക, ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ സംസാരിച്ച് വേറെയിലോട്ടൊക്കെ അങ്ങ് പോവാം.
കാരണം പിള്ളേരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പല തന്തയില്ലാത്തവന്മാർ വന്നിട്ട് ഇതുപോലുള്ള തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അവൻ്റെയൊക്കെ കൊച്ചുമക്കളുടെ പ്രായമേ ഉള്ളൂ. എന്നിട്ട് 4000 രൂപ വെച്ചിട്ട് അതുപോലെ അവൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി കൂടെ കേൾക്കാം. പെൺകുട്ടി അഭയം തേടിയ ആ രണ്ടുപേർ നഗരത്തിലെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ രണ്ടുപേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി. പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം. അറസ്റ്റിലായ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹ്, ഷബീർ അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത്. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത്. ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം 4000 രൂപയും പ്രതികൾ നൽകി. 20-ന് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത്. ബന്ധുക്കളെത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പെൺകുട്ടിയെ ബീച്ചിൽ നിന്നും ഫ്ളാറ്റിലെത്തിച്ച 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അറസ്റ്റ് ചെയ്തു. എന്തായാലും ആ കൊച്ചിന് ഉണ്ടായ ആ ഒരു ട്രോമ മാറാൻ ഇനി കുറച്ച് നാളെടുക്കും, ഒരുപാട് നാളെടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു നാട്ടിലെ പട്ടികൾ അറിഞ്ഞാൽ പിന്നെ അത് മതി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇപ്പം മാന്യന്മാരായിട്ട് ചമഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവന്മാരല്ല ഈ സാധനങ്ങളും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കൂടുതലിരിക്കുന്നത്. പിന്നെ അമ്മമാർ കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ കോളേജിലെ ദൂര സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നിങ്ങളെ എന്നും വിളിക്കണം, വീഡിയോ കോൾ ചെയ്യണം. പിന്നെ അമ്മയെ ഞാൻ 20-ാം തീയതി വീട്ടിൽ വരുന്നുണ്ട്, 20-ാം തീയതി ഞാൻ വരും, അമ്മയെ കാണാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പം കൊച്ച് ഇറങ്ങിയത് 19-ാം തീയതി ആണോന്ന് തന്നെ ഈ പറയുന്ന ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ച് തിരക്കിയാൽ നല്ലതായിരിക്കും. ചിലവർ 2-3 ദിവസം മുമ്പൊക്കെ അങ്ങ് ഇറങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ മക്കൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നത്. ഇത് കാണുമ്പോൾ ചില ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഇവരെന്ത് മയ്യ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ്, നമ്മുടെയും കൂടെ എക്സ്പീരിയൻസ് ആണ്, പറയാതെ പറഞ്ഞു പോകുന്നതെന്ന് കൂട്ടിയാൽ മതി. പിന്നെ വേറൊരു കേസ് ഇട്ടുണ്ട്, MDMA പിടിച്ച്. അതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. ലഹരി, മരുന്ന്, എല്ലാവർക്കും പണം, ലഹരി, അത് ഇത് മറ്റേത് മറിച്ചത്. ലഹരിക്ക് വൻ മാർക്കറ്റുള്ള ഇടമാണ് കേരളം. ലഹരി വിൽപ്പന സൈഡ് ബിസിനസ്സാക്കിയും പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇന്നതാ നോക്കൂ, മൂവാറ്റുപുഴയിൽ MDMAയുമായി പിടിയിലായത് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. കസ്റ്റഡിയിലുള്ള ബാവ പി ഇബ്രാഹിം ലഹരി വിൽപ്പനക്കാരൻ കൂടിയാണെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇയാളിൽ നിന്ന് 2.8 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ കഴിഞ്ഞ രാത്രിയാണ് MDMA പിടികൂടിയത്. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ കാഷ്യറായ ബാവ പി ഇബ്രാഹിമിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 2.8 ഗ്രാം MDMAയും MDMA വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വർഷം ആദ്യവും ബാവയിൽ നിന്ന് MDMA പിടികൂടിയിരുന്നു. അന്ന് 32 ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അതിനുശേഷവും മയക്കുമരുന്ന് വിൽപ്പന തുടരുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, മാന്യനാണ് കേട്ടോ, നല്ലവനായ ഉണ്ണി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിച്ചറിയാം. അവൻ്റെയൊക്കെ കയ്യിൽ ഇതാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ. അവിടെ ഇപ്പം എല്ലായിടത്തും നോക്കിയാൽ ഈ ഒരു സാധനമുണ്ട്. എല്ലായിടത്തും നോക്കിയാലും എല്ലായിടത്തും നമുക്ക് വിശ്വസിച്ച് ഒരാളെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് പോലും പണി കിട്ടി പോകുന്നുള്ള അവസ്ഥയായിരിക്കും. ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വല്ല പോലീസ് കൈ കാണിക്കുമ്പോൾ സാറേ എൻ്റെ പോലെ ലിഫ്റ്റ് തന്നെയാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയേണ്ട, അവർ തൂക്കിയെടുത്തോണ്ട് പോകും. കാലം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ അമ്മമാരോട് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പല സംഭവങ്ങളും ഇതൊന്നും പറയാതെ വീട്ടിലിരിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, ഒരക്ഷരം പോലും മിണ്ടാതെ. കാരണം എന്താ, അവർ ചില കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് മുതലാക്കുന്ന അവന്മാരുണ്ട്. കാരണം വീട്ടിലറിഞ്ഞാൽ സീൻ പേടിച്ചിട്ട് ചില പിള്ളേരൊന്നും പറയത്തില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാം, ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്ന നിങ്ങളുടെ മക്കളെ, പെൺകുട്ടികളുടെ അമ്മമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നും അവരെ വിളിക്കുക, വീഡിയോ കോൾ ചെയ്യുക, അവരവിടെ ഉണ്ടോ നോക്കുക. ചിലവരൊക്കെ ഇഷ്ടം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ചിലവർ മുതലാക്കും, ചില ആൾക്കാർ മുതലാക്കും. ഒരു 60% മുതലാക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് പറയുക,
കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഈ ഒരു കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും അറിയാവുന്നതൊക്കെ വെച്ച് ഞാനൊന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.